വെറുപ്പ് പ്രചരിപ്പിക്കുന്നവൻ വെറുക്കപ്പെടും. ഇത് ഇനി നിങ്ങൾ കേൾക്കുന്ന പ്രഭാഷണത്തിലെ ഒരു വാചകമാണ്. എല്ലാ പ്രവർത്തനങ്ങൾക്കും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനമുണ്ടാവും എന്ന് ശാസ്ത്രം അതിൻ്റെ നിയമത്തിലൂടെ വെളിവാക്കിയപ്പോൾ പലപ്പോഴും ഞാൻ പറയാറുണ്ട്, മനുഷ്യന് മറ്റൊരാളിനോട് വൈരാഗ്യമോ പകയോ വിദ്വേഷമോ ആയി നാം നടന്നാൽ, അങ്ങനെ നാം പ്രതികരിച്ചാൽ, അങ്ങനെ നാം ഇടപെട്ടാൽ, ആരോടാണോ ഇത് പ്രകടിപ്പിക്കുന്നത് അവരല്ല, ഇത് കൊണ്ടു നടക്കുന്ന, ഇത് വഹിക്കുന്ന, ഇത് മനസ്സിൽ സൂക്ഷിക്കുന്ന നമ്മളാവും തകർന്നു പോവുകയെന്ന്. അതിന് സമാനമായ ഒരു പ്രയോഗമാണ് വിദ്വേഷം പ്രചരിപ്പിക്കുന്നവൻ അല്ലെങ്കിൽ വെറുപ്പ് പ്രകടിപ്പിക്കുന്നവൻ സ്വയം വെറുക്കപ്പെടും എന്ന സമദാനിയുടെ പ്രസംഗത്തിൻ്റെ വാചകം. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ 70-ാം വാർഷികത്തിനോടനുബന്ധിച്ച് കൊല്ലത്ത് നടന്ന മഹാസമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഏതാണ്ട് 10-25 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ സ്വാതന്ത്ര്യവും ചരിത്രവും അതോടൊപ്പം തന്നെ ഈ മനുഷ്യൻ്റെ പെരുമാറ്റങ്ങളുടെ വ്യത്യാസങ്ങളുടെ കഥകളുമൊക്കെ ആഴത്തിൽ പറഞ്ഞു അദ്ദേഹം. ആ വാക്കുകൾ കേൾക്കാം. വൈരം വെറുപ്പിനൊരു പ്രത്യേകതയുണ്ട്. ഞാൻ പറയട്ടെ, ഈ മഹാസദസ്സിലെ ആ പ്രത്യേകത എന്താണെന്ന്. വെറുപ്പ് പ്രചരിപ്പിക്കുന്നവർ വെറുക്കപ്പെടും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. വെറുപ്പ് പ്രചരിപ്പിക്കുന്നവർ, വെറുപ്പ് വെച്ച് പുലർത്തുന്നവർ, അവർ വെറുക്കപ്പെടും. അത് ചരിത്രത്തിൻ്റെ വിധിയാണ്, കാലത്തിൻ്റെ വിധിയാണ്. അതിനെ മറികടക്കാൻ കഴിയില്ല. ചില ചരിത്ര നിയമങ്ങളുണ്ട്, യൂണിവേഴ്സൽ ലോസ് ഓഫ് ഹിസ്റ്ററി. ദക്ഷിണയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ സൗമ്യഭാവമാണ്. സാമൂഹിക രംഗത്ത് പരുക്കൻ രീതികൾ, പരുക്കൻ ഭാഷാപ്രയോഗങ്ങൾ, വൈരവിദ്വേഷത്തിൻ്റെ അന്തരീക്ഷങ്ങളൊക്കെ വരുമ്പോഴും അതിനുള്ള പരിഹാരം സ്നേഹമാണ്, മൈത്രിയാണ്, സാഹോദര്യമാണ്, ബഹുസ്വരതയാണെന്നാണ് എല്ലാ മതവിശ്വാസികളും അംഗീകരിക്കുന്നത്. ഇസ്ലാമാകട്ടെ അതിന് എന്തെന്നില്ലാത്ത ഊന്നൽ നൽകിയിരിക്കുന്നു. അത് വിശദീകരിക്കേണ്ടതായിട്ടുള്ളൊരു വേദിയല്ല ഇത്. അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. സൂര്യപ്രകാശം പോലെ വ്യക്തമാണ്. പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് കൂടുതൽ വ്യക്തമാണ്. ഇസ്ലാം എന്ന വാക്ക് തന്നെ ഉണ്ടായിട്ടുള്ളത് അറബ് ഭാഷയിലെ സിൽമ് എന്ന വാക്കിൽ നിന്നാണ്. അത് സമാധാനം എന്ന വാക്കിൻ്റെ അർത്ഥമാണ്, ആശയമാണ് അതിന് കൽപ്പിക്കപ്പെടുന്നത്. ഇതൊക്കെ സാർവലൗകികമായി അറിയപ്പെടുന്നതും അംഗീകരിക്കപ്പെടുന്നതുമായിട്ടുള്ള വൈജ്ഞാനിക യാഥാർത്ഥ്യങ്ങളാണ്. 70 വർഷം പിറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം, സ്വാതന്ത്ര്യാനന്തര കാലം, അതൊന്നും തന്നെ മറന്നു കളയാൻ ഈ രാജ്യവാസികൾക്ക് സാധ്യമാവുകയില്ല. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു. ആ സ്വാതന്ത്ര്യം ഇവിടുത്തെ എല്ലാ ജനവിഭാഗങ്ങളും കൂടി ഒന്നിച്ച് നേടിയിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. അതിന് നേതൃത്വം കൊടുത്തവരും ആ സ്വാതന്ത്ര്യത്തിൽ പങ്കുവഹിച്ചവരുമെല്ലാം അത് മനസ്സിലാക്കിയിട്ടുള്ളതും അംഗീകരിച്ചിട്ടുള്ളവരുമാണ്. ഇന്ത്യൻ ബഹുസ്വരത ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രത്യുൽപ്പന്നമാണ്. ഞാൻ വാക്കുകൾ വളരെ ചുരുക്കിയിട്ടാണ് പറയുന്നത്. ആ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വാല്യൂ അറിയുന്നവർക്ക് ഇന്ത്യയുടെ ബഹുസ്വരതയുടെ വാല്യൂ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ആ സ്വാതന്ത്ര്യ സമരം നയിച്ചത് പല രീതിയിൽ, പല ഘട്ടങ്ങളിൽ, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ സമരത്തിന് ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ടെങ്കിലും അത് പുറകോട്ട് പോയാൽ കേരളത്തിൻ്റെ പടിഞ്ഞാറേ തീരത്ത് സാമൂതിരിയും കുഞ്ഞാലിമരക്കാരും കൈകോർത്ത് പിടിച്ച് നടത്തിയ പോരാട്ടത്തോളം അതിന് പഴക്കമുണ്ട്. ആദ്യമായി അധിനിവേശം നടക്കുന്നത് 1498 എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പും പലരും വന്നിട്ടുണ്ട്. യൂറോപ്യൻ ശക്തികൾ തന്നെ, സാമ്രാജ്യത്വത്തിൻ്റെ അധിനിവേശ ശക്തികൾ, അവരെയൊക്കെ നേരിട്ടെത്തിയ ഇവിടുത്തെ സമുദായ മൈത്രി കൊണ്ടാണ്. ആ സമുദായ മൈത്രി ബലവത്താണ്. ആരെങ്കിലും പറയുന്ന വാക്കുകളെ കൊണ്ടോ മറ്റോ ആ മൈത്രിയുടെ ശക്തി ദുർഗങ്ങളെ തകർക്കാനോ ആ ചരിത്ര യാഥാർത്ഥ്യങ്ങളെ തമസ്കരിക്കാനോ ആർക്കും സാധ്യമാകാത്ത വിധം ഇന്ത്യയുടെ ചരിത്രത്തിലും സംസ്കാരത്തിലും അന്തർലീനമാണ് ഇന്ത്യൻ ബഹുസ്വരതയുടെ സാംസ്കാരികമായിട്ടുള്ള ഇടപാടുകൾ, കൊള്ളക്കൊടുക്കുകൾ, കൾച്ചറൽ ഗിവ് ആൻഡ് ടേക്ക്, സാംസ്കാരികമായിട്ടുള്ള കൊള്ളക്കൊടുക്കുകൾ. അത് വളരെ ബലമുറ്റതാണ്. അതുകൊണ്ട് അതിനെ തന്നെയാണ് നാം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുന്നത്. പക്ഷെ വൈരത്തെ നേരിടണം. വൈരത്തെ നേരിടേണ്ടത് വൈരം കൊണ്ടല്ല എന്നാണ് വ്യക്തമായിട്ടുള്ള മതത്തിൻ്റെ അധ്യാപനം. ഖുർആനിലൊരു സൂക്തം ഒരുപാട് പ്രചാരം നേടിയിട്ടുള്ള സൂക്തമാണ്, മറ്റു പല സൂക്തങ്ങളെ പോലെ. ഇത് തിന്മയെ തടയുക നന്മ കൊണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം. തിന്മയെ തടയുക ഏറ്റവും വലിയ നന്മ കൊണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. സാധാരണ ആളുകൾ അതിൻ്റെ മൊഴി മാറ്റത്തിൽ പറയാറുണ്ട് തിന്മയെ നന്മ കൊണ്ട് തടയുക എന്ന്. അങ്ങനെ എല്ലാ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് തിന്മയെ നിങ്ങൾ തടയുക ബില്ലത്തി ഒന്നുകൊണ്ട്, ഹിയ അഹ്സൻ, അത് ഏറ്റവും വലിയ നന്മയായിരിക്കണം. ഏറ്റവും വലിയ നന്മ കൊണ്ടാണ് തിന്മയെ തടയേണ്ടത്. ഇത് ഖുർആൻ്റെ സൂക്തമാണ്. ലോകത്താർക്കും പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്ന, ലോകത്ത് ഏതൊക്കെ ഭാഷയുണ്ടോ, ലിപിയില്ലാത്ത ഭാഷയുണ്ടോ, ആ ഭാഷ സംസാരിക്കുന്നവർ പോലും ഇന്ന് ഖുർആൻ പഠിക്കുന്നുണ്ട്. അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് നന്മയുടെ വക്താക്കളാവുക എന്നത് മതത്തിൻ്റെ ശാസനയാണ്, കൃത്യമായിട്ടുള്ള ശാസനയാണ്. അതുകൊണ്ട് വൈരത്തെ നേരിടേണ്ടത് സ്നേഹത്തിൻ്റെ വാക്കുകൊണ്ടാണ്. ആരെങ്കിലും ചോദിച്ചേക്കും അങ്ങനെ നേരിട്ടാൽ വൈരം അകലുമോ എന്ന്. തീർച്ചയായും വൈരത്തിന് നിലനിൽക്കാൻ കഴിയില്ല. വൈരം എവിടെയും ലോകത്ത് നിലനിന്നിട്ടില്ല.
വൈരത്തിനൊരു കുഴപ്പമുണ്ട്, ഒരു പ്രത്യേകതയുണ്ട്. വൈരം വെറുപ്പിനൊരു പ്രത്യേകതയുണ്ട്. ഞാൻ പറയട്ടെ, ഈ മഹാസദസ്സിലെ ആ പ്രത്യേകത എന്താണെന്ന്? വെറുപ്പ് പ്രചരിപ്പിക്കുന്നവർ വെറുക്കപ്പെടും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. വെറുപ്പ് പ്രചരിപ്പിക്കുന്നവർ, വെറുപ്പ് വെച്ച് പുലർത്തുന്നവർ, അവർ വെറുക്കപ്പെടും. അത് ചരിത്രത്തിൻ്റെ വിധിയാണ്, കാലത്തിൻ്റെ വിധിയാണ്. അതിനെ മറികടക്കാൻ കഴിയില്ല. ചില ചരിത്ര നിയമങ്ങളുണ്ട്, യൂണിവേഴ്സൽ ലോസ് ഓഫ് ഹിസ്റ്ററി, ചരിത്രത്തിൻ്റെ സാർവലൗകികമായിട്ടുള്ള നിയമങ്ങൾ. അത് നടന്നുകൊണ്ടേയിരിക്കും. അതിനെ ഖുർആൻ വിളിക്കുന്നത് സുന്നത്തുല്ലാ എന്നാണ്. ദൈവിക പ്രകൃതം. ലൻ തജിദ ലി സുന്നത്തില്ലാഹി തഹ്വീല. ദൈവത്തിൻ്റെ പ്രകൃതത്തിന് ഒരു മാറ്റവും കാണാൻ നിനക്ക് കഴിയില്ലെന്ന് ഖുർആൻ പറയുന്നു. ദൈവത്തിൻ്റെ പ്രകൃതം എന്ന് പറയുന്നത് ഈ കാലത്തിലും ഈ പ്രപഞ്ചത്തിലും കാണുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. താണ നിലത്തെ നീരോട് എന്ന് മലയാളികൾ പറയും. മോട്ടറടിച്ച് മുകളിലോട്ട് കയറിയാലല്ലാതെ വെള്ളം കയറില്ല. സ്വാഭാവിക നീതി എന്ന് പറയുന്നത്, സ്വാഭാവിക പ്രകൃതം എന്ന് പറയുന്നത് വെള്ളം മുകളിലേക്ക് നിന്ന് താഴോട്ട് വരിക എന്നുള്ളതാണ്. താഴെന്ന് മുകളിലോട്ട് പോകില്ല. അതാണ് പഴയ മലയാളി. അതിൽ സയൻസ് ഉണ്ട്, അർത്ഥമുണ്ട്. താണ നിലത്തെ നീരോടു. നീരോട്ടമുണ്ടാകണമെങ്കിൽ താണ നിലകൾ ഉണ്ടാകണം. ഉയർന്നു നിൽക്കുന്ന അഹംബോധങ്ങളിലും അഹംഭാവങ്ങളിലും ഉയർക്കപ്പെട്ട കോട്ടകൾക്ക് നീരോട്ടത്തിനുള്ള സൗഭാഗ്യം ഉണ്ടാവുകയില്ല. പ്രിയപ്പെട്ടവരെ, അത് ചരിത്രത്തിൻ്റെ വിധിയാണ്. ഖുറാനിൽ ഞാൻ വളരെ ചുരുക്കി പറയുകയാണ്. ഖുറാനിൽ മറ്റൊരു സ്ഥലത്ത് അത്ഭുതകരമായിട്ടൊരു സൂക്തമുണ്ട്. ഫറവോൻ ചരിത്രത്തിൻ്റെ യാഥാർത്ഥ്യമാണ്. ഫിർഔൻ എന്ന് പറയുന്ന ഫറവോൻ, എല്ലാ ലോകത്തെ ഹിസ്റ്ററി ബുക്സിലും ഫറവോനുണ്ട്. ഫറവോൻ ലോകത്ത് ജീവിച്ചു എന്നതിന് തെളിവാവശ്യമില്ല, പിരമിഡ് മതി. അത് ലോകത്തിലെ സപ്താത്ഭുതങ്ങളിൽ ഒന്നാണ്. മനുഷ്യന്മാരെ അടിമകളെ പോലെ പണിയടിപ്പിച്ചിട്ടാണ് ഫറവോന്മാർ പിരമിഡ് കെട്ടിപ്പൊത്തിയത്. ആ ഫറവോന്റെ ഏകഛത്രാധിപത്യത്തിനും അതിക്രമങ്ങൾക്കുമെതിരെ പ്രവാചകനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ തൗഹീദിന്റെ സന്ദേശവുമായി അള്ളാഹു നിയോഗിക്കുന്നു. മൂസയുടെ കൂട്ടുകാരനായി ഹാറൂനെ നിയമിക്കുന്നു. അലൈഹി മുസ്സലവാത്തു വ തസ്ലീമാത്ത്. രണ്ടുപേരോടും അള്ളാഹു പറയുന്നു, ഫിർഔന്റെ അടുക്കൽ പോവുക, അയാളോട് പരമാർത്ഥം പറയുക, അയാളെ നീതിയെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുക. നീതി ഖുർആനിൽ ആവർത്തിക്കട്ടെ ഉപയോഗിക്കട്ടെ വാക്കാണത്. എല്ലാ വെള്ളിയാഴ്ചയും അറബിയിൽ ഖുത്ബ നടക്കുന്ന കേരളത്തിലെ മസ്ജിദുകളിൽ രണ്ടാമത്തെ ഖുത്ബ മിക്കവാറും അവസാനിപ്പിക്കുന്നത് ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകറി വൽ ബഗ്യി യഅ്ളുകും എന്ന ആയത്ത് പാരായണം ചെയ്തുകൊണ്ടാണ്. അതൊരു സന്നിഗ്ധ സമയമാണ്. നിസ്കാരത്തിലേക്ക് ഒരുങ്ങുമ്പോൾ, ഇമാം മിമ്പറിൽ നിന്ന് ഖുത്ബ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ, ഇഖാമത്ത് നിസ്കാരത്തിനുള്ള വിളി അടുക്കുമ്പോൾ ഇമാം ഇത് പറയുകയായിരിക്കും. ഇതൊരു പ്രാർത്ഥനയുടെ സമയത്തുള്ള ഖുർആന്റെ സൂക്തം. എന്താ അതിൻ്റെ അർത്ഥം? ദൈവം നീതി കൽപ്പിക്കുന്നു. ഒരു മതഗ്രന്ഥത്തിൽ ഇങ്ങനെയുള്ള വാചകങ്ങൾ കണ്ടുമുട്ടുക അത്ര എളുപ്പമല്ല. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. ദൈവം നീതിയും നന്മയും കൽപ്പിച്ചിരിക്കുന്നു. എപ്പോഴാണ് ഇത് പറയുന്നത്? വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് കൈകെട്ടി നിസ്കാരത്തിൽ ഖിബിലക്ക് നേരെ തിരിയാൻ പോകുമ്പോഴാണ്. അവിടെ പോലും നീതിയാണ്. വേറൊരു സ്ഥലത്ത് ഖുർആൻ പറയുന്നു, നിങ്ങൾ ആരോടെങ്കിലും നിങ്ങൾ വിരോധമുണ്ടെന്ന് കരുതി ആ വിരോധത്തിന്റെ പേരിൽ അവരോട് നിങ്ങൾ അനീതി ചെയ്യരുത്. ഇതൊക്കെ കൃത്യമായി വേദഗ്രന്ഥത്തിലും മതശാസനങ്ങളിലും ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ദർശനത്തിന്റെ പിന്മുറക്കാരായിക്കൊണ്ടാണ് ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ ഈ 70ാം വാർഷിക സമ്മേളനത്തിൽ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത്. അത് അഭിമാനത്തോടെയാണ്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ സ്വാതന്ത്ര്യ സമരം പ്ലാൻ ചെയ്യപ്പെട്ടത്, സ്വാതന്ത്ര്യ സമരത്തിന്റെ പല ഘട്ടങ്ങളും പ്ലാൻ ചെയ്യപ്പെട്ടത് ഇന്ത്യയിലെ മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ്. എന്താണ് മതം? എന്താണ് മതേതരത്വം? മതത്തിന്റെ തിരസ്കാരമല്ല മതേതരത്വം. മതം ഉയർത്തിപ്പിടിക്കുന്ന മാനവികതയുടെ അംശത്തെ, എല്ലാ മതവിശ്വാസികളെയും ഒരുപോലെ പരിഗണിച്ചുകൊണ്ട് അവരെ മനുഷ്യരായി കണക്കിലെടുത്തുകൊണ്ട് അവരെ ഒരേ ദൈവത്തിന്റെ സൃഷ്ടികളും ഒരേ മാതാപിതാക്കളുടെ മക്കളുമായി കാണുന്ന എല്ലാ മതങ്ങളിലും പെട്ടിട്ടുള്ളവരുടെ പ്രമാണമാണ് മതേതരത്വം. ഖുർആനിൽ പറയും, നിങ്ങളൊരേ മാതാപിതാക്കളുടെ മക്കളാണ്. ഉപനിഷത്ത് പറയും, അയം നിജപരോവേദി ഗണനാമു ലഘുചേതസാമു ഉദാരചരിതാനാം തു വസുദൈവ കുടുംബകം. ഞാൻ എൻ്റേതെന്ന് പറയുന്നവൻ്റെ മനസ്സ് ഇടുങ്ങിയ മനസ്സാണ്, ചെറിയ മനസ്സാണ്. വിശാലമായിട്ട് ചിന്തിക്കുന്നവർക്ക് ലോകമാണ് തറവാട്. ബൈബിളിലും ഈ ആശയം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഞാനോ ശിരസ്, നിങ്ങളോ അവയവങ്ങൾ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. ആ മതേതരത്വം ഇന്ത്യയിൽ വേണ്ട പോലെ പുലർന്നു. ന്യൂനപക്ഷങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൽ എടുത്തിട്ടുള്ള പങ്ക് ഈ രാജ്യത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ്. രാജ്യത്തിന്റെ ബഹുസ്വരതയുടെ അവിഭാജ്യ ഘടകമാണ്. അത് ഗാന്ധി അംഗീകരിച്ചിട്ടുണ്ട്, നെഹ്റു അംഗീകരിച്ചിട്ടുണ്ട്. റമളാൻ വരാൻ സമയമായി. ഇവിടെ ഇന്ന് മഗ്രിബിന് ദുആ ചെയ്യുന്നത് നമ്മളൊക്കെ കേട്ടു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബി വ ശഅബാന വ ബല്ലിഗ്നാ റമദാൻ. റജബിലും ഷഅബാനിലും ബർക്കത്ത് ചെയ്യണേ, റമളാനിൽ എത്തിക്കണേ. റമളാൻ എത്താറായി, ഉംറപ്പടിയിലാണ്. പരിശുദ്ധ റസൂലിന്റെ മെഹറാജിന്റെ മാസമായ റജബിന്റെ അവസാന ഘട്ടമാണ്.
ഷഅബാനിലേക്ക് പ്രവേശിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. മാസം കാണാൻ വേണ്ടി പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് കണ്ണും നട്ട് നോക്കിയിരുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. അദ്ദേഹത്തെക്കാൾ വലിയൊരു മതേതരവാദിയെ ഇന്ത്യ കണ്ടിട്ടില്ലെന്ന് ഞാൻ പറയും. അതേ മുസ്ലിം ആയിരുന്നില്ല. റമദാൻ പറക്കുമ്പോൾ പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് കണ്ണും നട്ട് മാസപ്പിറവി ഉദിച്ചോ. ആ നേതാവിന്റെ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ്. ആ ഗാന്ധിയാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ്. ആ ഗാന്ധിയുടെ മതേതരത്വമാണ് ഇന്ത്യയുടെ മതേതരത്വം. ഗാന്ധി അടിയുറച്ച മതവിശ്വാസിയായിരുന്നു, അടിയുറച്ച മതേതരവാദിയുമായിരുന്നു. ഹേ റാം എന്ന് പറഞ്ഞ് രാമന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഘാതകന്റെ വെടിയേറ്റ് ഗാന്ധി ഈ മണ്ണിൽ വീണ്ടും ഉയർത്തെഴുന്നേൽക്കാനായിട്ട് രക്തസാക്ഷിത്വം വരും. ഗാന്ധി ഇപ്പോഴും ഉയർത്തെഴുന്നേൽക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഗാന്ധി ഇപ്പോഴുമുണ്ട്. ഗാന്ധി പ്രേരണയാണ്. ഗാന്ധിയും ജവഹർലാലും ജാമിയ മില്ലിയ സർവകലാശാലയ്ക്ക് തീ കൊടുക്കാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ അതിന്റെ മുമ്പിൽ പോയി ചമ്രം പടിഞ്ഞിരുന്ന ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. ആദ്യം എന്നെ കത്തിക്കൂ എന്നിട്ട് ജാമിയ കത്തിക്കൂ എന്ന് വിളിച്ചു പറഞ്ഞ ജവഹർലാൽ നെഹ്റു. ഇതൊക്കെയാണ് രാജ്യം കണ്ടിട്ടുള്ളത്. രാജ്യത്തിന്റെ ചരിത്രം വളരെ വിശാലമാണ്. ഇവരുടെ അപ്പുറത്തും ഇപ്പുറത്തും ഖുർആൻ കയ്യിലെന്തിയ ഇസ്ലാമിക പണ്ഡിതരുണ്ടായിരുന്നു. ശരിക്കും ഖുർആൻ കയ്യിലെന്തിയ. അവരുടെ പേര് പറഞ്ഞാൽ നീണ്ടുപോകും. ഒരു അബുൽ കലാം ആസാദ് മാത്രമല്ല, ഒരു മൗലാന മുഹമ്മദ് അലി മാത്രമല്ല, ഒരു ഹക്കീം അജ്മൽ ഖാൻ മാത്രമല്ല, ഒരു എം എ അൻസാരി മാത്രമല്ല, ഒരു മൗലാന ഹസ്രത്ത് മൊഹാനി മാത്രമല്ല, ഒരു അതാഉല്ലാ ഷാ ബുഖാരി മാത്രമല്ല, ഒരു മൗലാന ഹുസൈൻ അഹമ്മദ് മദനി മാത്രമല്ല, ഒരു ശൈഖുൽ ഹിന്ദ് മൗലാന മഹ്മൂദ് ഹസൻ മാത്രമല്ല, ഒരുപാട് 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 മലപ്പുറത്ത് ആലി മുസ്ലിയാർ വരെ. ലക്ഷദ്വീപിലെ മുദരിസായിരുന്നു ആലി മുസ്ലിയാർ. ആലി മുസ്ലിയാർ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത മനുഷ്യനായിരുന്നു. മലബാറിലെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പേര് ഓർക്കുമ്പോൾ മലബാർ കലാപെന്നോ മലബാർ കാർഷികമെന്നോ എന്ത് പേരിട്ട് വിളിച്ചോ മൂക്ക് കീഴ്പോട്ടായവർക്കറിയാം അത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ ധീരോദാത്തമായ പോരാട്ടമാണ്. അതിന്റെ നേതാവായിരുന്ന ആലി മുസ്ലിയാരെ തിരൂരങ്ങാടിയിൽ വെച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്, ബ്രിട്ടീഷ് പോലീസ്. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ആലി മുസ്ലിയാർ മുദരീസായിരുന്നുവെങ്കിൽ മൗലാന മഹ്മൂദ് ഹസൻ മിക്കവാറും ദക്ഷിണയുടെ സ്ഥാപകന്മാരും അതിലെ പണ്ഡിതന്മാരും കാസിമികളാണ്. കാസിമി എന്ന് വിളിക്കുന്നത് ദേവബന്ദ് ദാറുൽ ഉലൂമിൽ നിന്ന് ബിരുദമെടുത്തവരെയാണ്. എത്ര പേർക്കറിയാം അത് സ്വാതന്ത്ര്യ സമരത്തിന്റെ പരീക്ഷണശാലയായിരുന്നു ദാറുൽ ഉലൂം. ഞാനല്ല പറയുന്നത്, ഈ സ്ഥാപനത്തിൽ വെച്ചാണ് ഞങ്ങൾ സ്വാതന്ത്ര്യ സമരം പ്ലാൻ ചെയ്തത് എന്ന് നെഹ്റു എഴുതി വെച്ചിരിക്കുന്നു. ജവഹർലാൽ നെഹ്റു എഴുതിയിരിക്കുന്നു, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ ഞങ്ങൾ പ്ലാൻ ചെയ്തത് ഇവിടെ വെച്ചാണ്. അതിന്റെ തലപ്പത്തുണ്ടായിരുന്ന ഒരു പണ്ഡിതന് പത്മശ്രീ ഇന്ത്യ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. അദ്ദേഹം അന്ന് നെഹ്റുവിന് എഴുതിയ ഒരു കത്തുണ്ട്. അല്ലയോ ജവഹർലാൽ, പത്രത്തിലൂടെ ഒരു വിവരമറിഞ്ഞു. സ്വാതന്ത്ര്യ സമരത്തിലൂടെ പങ്കെടുത്തതിനും രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചതിൻ്റെ ഒക്കെ പേരിൽ എനിക്ക് പത്മശ്രീ തരാൻ പോകുന്നുവെന്നറിഞ്ഞു. അതൊരു വലിയ ബഹുമതിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ അത് എൻ്റെ പൂർവികരുടെ പാരമ്പര്യത്തിന് നിരക്കുന്നതല്ല. രാജ്യത്തിന് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിന് ഞാനൊരു പ്രതിഫലം പറ്റുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് അനാദരവ് തോന്നരുത്. ഈ പത്മശ്രീ തിരിച്ചെടുത്താലും എന്നെഴുതിയത് മൗലാന ഹുസൈൻ അഹമ്മദ് മദനിയാണ്. ഇതൊക്കെയാണ് ചരിത്രം. ഒരു ചരിത്രമില്ല, ഒരു സംഗതിയില്ല, ഒരു തിരിഞ്ഞു നോട്ടില്ല, വെറും വൈരത്തിന്റെ വാക്ക് മാത്രം. അതിന് നിലനിൽപ്പില്ല. അതിനെ ചരിത്രം തിരസ്കരിക്കും, അതിനെ കാലം തിരസ്കരിക്കും. അതുകൊണ്ട് ഫിറഔന്റെ അടുക്കലേക്ക് പോകുമ്പോൾ മൂസാ നബിയോടും ഹാറൂനോടും അള്ളാഹു കൽപ്പിച്ചതായിട്ട് ഖുർആൻ പറയുന്നു, നിങ്ങൾ ഫറവോന്റെ അടുക്കൽ പോവുക, അദ്ദേഹത്തോട് നിങ്ങൾ മൃദുലമായി സംസാരിക്കുക. ഖൂലാ ലഹു ഖൗലൻ ലയ്യിന. അവിടെ പോയിട്ട് സോഫ്റ്റായിട്ട് വേണം സംസാരിക്കാൻ. വലിയ അക്രമിയായി ഏകാധിപതിയായ ഫറവോൻ, അയാളുടെ അതിക്രമങ്ങളെ ഖുർആൻ ഒരു സ്ഥലത്ത് പറയുന്നു. കുഞ്ഞുങ്ങളെ ജനിക്കുമ്പോഴേക്ക് കൊല്ലലായിരുന്നു അയാളുടെ പരിപാടി. ആൺകുട്ടിയാണെങ്കിൽ മൂസാ നബി പോലും ഫറവോനോട് പറയുന്നു, ലൈന അബ്ബത്ത ബനി ഇസ്രായീൽ, നീ ജനങ്ങളെ അടിമകളാക്കി വെച്ചിട്ടില്ലയോ നീ നാട് വാഴുന്നത്? അത്ര വലിയ അതിക്രമകാരിയുടെ മുമ്പിലേക്ക് പോകുമ്പോഴും നിന്റെ ലാംഗ്വേജ് സോഫ്റ്റ് ആയിരിക്കണം, നിന്റെ ഭാഷ മൃദുലമായിരിക്കണം. ഇത് ഖുർആനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒത്തൊരുമയോടെ മുന്നോട്ട് പോയി. ഈ രാജ്യത്തിലെ ജനങ്ങളൊക്കെ സൗഹൃദവാദികളാണ്. എല്ലാ സമുദായങ്ങളും എല്ലാവരും ഒറ്റക്കെട്ടായി കൈകോർത്ത് പിടിച്ച് പോവുക. അങ്ങിങ്ങ് കേൾക്കുന്ന ചില അപശബ്ദങ്ങൾ കേട്ടിട്ടൊന്നും വെറുതെ അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും. ചിലർ പറയാറുണ്ട് മതം രാഷ്ട്രീയത്തിൽ വന്ന് ഇടപെടുന്നു. മറിച്ചാണ് നടക്കുന്നത്. രാഷ്ട്രീയം വന്ന് മതത്തിൽ ഇടപെടുകയാണ്. മതം മതവിശ്വാസികളും സൗഹൃദത്തിൽ കഴിയണം. വല്ല സംശയമുണ്ടോ കാര്യത്തിൽ? വളരെ വലിയ സൗഹൃദമാണ് നമ്മുടെ രാജ്യത്ത്. ഇവിടെ സാധാരണക്കാരന് വല്ലതുണ്ടോ? മലപ്പുറം ജില്ല, അവിടെ അടുത്ത കാലത്ത് ഒരു ക്രൈസ്തവ സഹോദരി മരണപ്പെട്ടു. ആ ഗ്രാമത്തിൽ ഒരു ക്രിസ്ത്യാനി പോലും ഇല്ലാത്ത ഒരു ജില്ലയാണത്. അവർക്ക് ബന്ധുക്കളില്ല, മൃതദേഹം കൊണ്ടുപോകാൻ ആളില്ല, സംസ്കരിക്കാനൊരു ചുറ്റുപാടുമില്ല.
കൊണ്ടോട്ടിക്കടുത്ത നീറാട് പ്രദേശത്ത്, നീറാടിനടുത്ത് അവിടുത്തെ മുസ്ലിങ്ങൾ മഹല്ല് കമ്മിറ്റി കൂടിയിട്ട് ആലോചിച്ചു. അവർ ആ മൃതദേഹം സംസ്കരിക്കാനുള്ള എല്ലാ നടപടികളും ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. അവരുടെ ദേഹം മദ്രസയിൽ കിടത്തി. മദ്രസ, ഞാൻ നേരെ ദേവബന്ദ് ദാറുൽ ഉലൂമിന്റെ പേരും മദ്രസ എന്നാണ്. മദ്രസ എന്തൊക്കെയാ പ്രചരിപ്പിക്കുന്നത് മദ്രസകളെ കുറിച്ചൊക്കെ? 1000 നുണ 1000 തവണ, ഒരു നുണ 1000 തവണ പറഞ്ഞാൽ ഇത് നുണയല്ലാതാകുമോ? അത് പഴയ ഹിറ്റ്ലറുടെ മന്ത്രി ഗീബൽസിന്റെ തന്ത്രമാണ്. അപ്പോഴും സത്യം ജ്വലിച്ചുകൊണ്ടേയിരിക്കും. ഒരു കാർമേഘത്തിനും ഇന്ന് വരെ ചന്ദ്രനെ മൂടാൻ കഴിഞ്ഞിട്ടില്ല. കാർമേഘത്തിന്റെ വിധി നീങ്ങിപ്പോവുക എന്നതാണ്. നീങ്ങിപ്പോയേ തീരൂ. അപ്പോൾ പൂർവോപരി ശോഭയോടുകൂടി ചന്ദ്രൻ പ്രകാശിക്കുക തന്നെ ചെയ്യും. അവരാ എല്ലാ ഇതൊന്നും അവിടെ ഒരു നിത്യസംഭവമാണ്. ഞാൻ ഒന്ന് പറഞ്ഞെന്ന് മാത്രം. അങ്ങനെ എന്തൊക്കെ നടക്കുന്ന കേരളം മുഴുവൻ അങ്ങനെയാണ്, ഇന്ത്യ മുഴുവനും അങ്ങനെയാണ്, ഇന്ത്യ രാജ്യം മുഴുവനും അങ്ങനെയാണ്. രാമചരിത മാനസം എഴുതിയ തുളസീദാസ്, ഉത്തരേന്ത്യയിലെ ഹിന്ദു സഹോദരങ്ങൾ, ഹൈന്ദവർ, ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ഇന്ത്യയുടെ സൗഹൃദത്തിന്റെ ഏറ്റവും വലിയ വക്താക്കളായ ഹൈന്ദവ സഹോദരങ്ങൾ, പിന്നെ ഇങ്ങോട്ട് കടന്നു വന്ന ക്രൈസ്തവ സഹോദരൻ, ഇവിടെ ഉണ്ടായ ക്രൈസ്തവ സഹോദരൻ, ഇവരൊക്കെ ഈ മൈത്രിയുടെ നെടുംതൂണുകളാണ്. അവർക്കിടയിലൊന്നും ഒരു പ്രശ്നമില്ല. നമുക്കെവിടെയും കാണാനില്ല. അങ്ങാടിയിലില്ല, മാർക്കറ്റിലില്ല, കവലയിലില്ല, പാഠശാലയിലില്ല, പണിശാലയിലില്ല, കൊല്ലത്തെ മാർക്കറ്റിലില്ല, കൊല്ലത്തെ ബസ് സ്റ്റാൻഡിലില്ല. എല്ലാവരും ഇടകലർന്ന് ജീവിക്കുന്നു, ഇടകലർന്ന് പെരുമാറുന്നു. ഇതിനെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടു പോകാൻ വിശ്വാസികളും ജാഗ്രത പാലിക്കണമെന്ന് മാത്രമാണ് ഈ വേളയിൽ എനിക്ക് പറയുവാനുള്ളത്. നാടിനത് ആവശ്യമാണ്, മനുഷ്യകുലത്തിനത് ആവശ്യമാണ്. ജീവിതം കുറച്ചേ ഉള്ളൂ. ഉള്ള കാലം സൗഹൃദം പറഞ്ഞുകൊണ്ടേയിരിക്കുക. ജിന്ദഗി ബഹുത് കം ഹൈ മുഹബ്ബത്ത് കേ ലിയേ, ജീവിതം കുറച്ചേ ഉള്ളൂ സ്നേഹിക്കാൻ. ഫിർ റൂട്ട് കർ വക്ത് ഗവാനെ കി ജറൂറത്ത് ക്യാ ഹൈ, പിന്നെ പിണങ്ങിയിട്ട് കാലം കഴിക്കേണ്ട കാര്യത്തിരിക്കുന്നു. ഒരു ഹിന്ദുസ്ഥാനി കവി ചോദിച്ച പോലെ, എന്തിനാണ് വെറുതെ കാലം കളയുന്നത്? സ്നേഹിക്കുവിൻ, പരസ്പരം സ്നേഹിക്കുവിൻ. ഉമർ റളിയല്ലാഹു അൻഹു വഴിക്ക് പോകുമ്പോൾ ഒന്നു കൊടുക്കേണ്ട സമയമായി. ഒരു യഹൂദ സ്ത്രീയുടെ കയ്യിലാണ് വെള്ളം. അവർ വെള്ളം കൊടുത്തു, ആ വെള്ളം കൊണ്ട് ഒന്നു എടുത്തു. നിസ്കാരത്തിന് മുമ്പ് നടത്തേണ്ട അംഗശുദ്ധിയുടെ പേരാണ് വദൂ. പുണ്യ റസൂൽ ഒരുപാട് പ്രശംസിച്ചിട്ടുള്ളതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അംഗശുദ്ധി മാത്രമല്ല, അതൊരാത്മീയമായിട്ടുള്ള സ്പർശം കൂടിയാണ്. വെള്ളം ആത്മീയമാണ്. അതുകൊണ്ടാണ് ഒരു തുള്ളി വെള്ളം വേസ്റ്റ് ആക്കരുത് എന്ന് ലോകാചാര്യന്മാരൊക്കെ ലോകത്തോട് പറഞ്ഞത്. ഇമാം ബുഖാരി റഹിമഹുല്ലാ ഈ ഹദീസിന് കൊടുത്തിരിക്കുന്ന ശീർഷകമാണ് നമ്മളെ പിടിച്ചു കുലുക്കേണ്ടത്. ബാബു വദൂഉർ റജുലി മഅൽ മർഅ, സ്ത്രീയോടൊപ്പം പുരുഷൻ വദൂ എടുക്കേണ്ടതിന്റെ അധ്യായം എന്നാണ് ഇമാം ബുഖാരി റഹിമഹുല്ലാ ഇതിന് കൊടുത്തിരിക്കുന്നത്. എവിടെ എത്തി? അതൊരു യഹൂദ സ്ത്രീയാണ്, അവരവിടെ ഉണ്ട്. അവരെ വെള്ളം കൊണ്ട് വദൂ എടുത്തതിൽ നിന്നൊരു കർമ്മശാസ്ത്ര വിധി ഇമാം ബുഖാരി, അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ്, എക്കാലത്തേക്കും ഇമാം അൽ ബുഖാരി. ആ ശീർഷകം നമ്മളെ കണ്ണ് തള്ളിക്കും. അതൊരു സ്ത്രീ അവിടെ ഉണ്ട്, ഒരു പുരുഷൻ അവിടെ നിന്ന് എടുക്കുന്നു. വെള്ളത്തിന് യാതൊരു കേടില്ല, അവരവിടെ നിൽക്കുമ്പോൾ ഒന്നും എടുക്കുന്നതിനും യാതൊരു കേടില്ല. ഇമാം ബുഖാരി അത് എടുത്തു ധരിക്കുക മാത്രമല്ല ചെയ്തത്, അതിൽ നിന്ന് ഫിഖ്ഹിന്റെ ഒരു മസ്അല ഇസ്തിംബാത്ത് ചെയ്തു ഇമാം അൽ ബുഖാരി. എത്ര വിശാലമാണ് ഈ ഫിഖ്ഹ് പോലും. അതിന്റെ മാനവികത, മനുഷ്യരെ മനുഷ്യരായിട്ട് കണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ച്. ഇത് ഇന്ന് തുടങ്ങിയതല്ല, ഇന്നലെ തുടങ്ങിയതല്ല, എന്നും ഇങ്ങനെയാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ വാക്ക് ദീർഘിച്ചു പോകുന്നുവോ എന്ന ആശങ്കയാൽ ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിച്ചു കൊള്ളട്ടെ. ദക്ഷിണയുടെ സമ്മേളനത്തിൽ വരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ഇതിനെ നയിച്ച മഹത്തുക്കൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ഈ സംഘടനയുടെ പ്രവർത്തനം കൂടുതൽ വിപുലമാകട്ടെ. ദക്ഷിണയുടെ മുൻ പ്രസിഡന്റുമാരെ, എനിക്ക് കാണാൻ കഴിഞ്ഞവരെ, എനിക്ക് ഇടപെടാൻ കഴിഞ്ഞവരെ, അവരൊക്കെ എന്നെ വളരെ സ്നേഹിച്ചവരും ആ കൂട്ടത്തിലുണ്ട്. ഞാൻ വളരെ ബഹുമാനിച്ചവരും ആ കൂട്ടത്തിലുണ്ട്. അവരോട് വളരെ അടുത്ത സ്വഹബത്തിന് എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഉള്ളവരുണ്ട്. കടക്കൽ അബ്ദുൽ അസീസ് മൗലവി ആയാലും, തൊടിയൂർ മുഹമ്മദ് കുഞ്ഞ് മൗലവി സാഹിബ്, ഇവിടെ ഇരിക്കുന്ന മറ്റു പലരും, പേര് പറഞ്ഞാൽ ഒരുപാട് പറയേണ്ടി വരും. അപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായൊന്നുണ്ട്. കൗലൻ ലയ്യന, മൃദുലമായ വാക്ക്, മൃദുലമായ സ്വഭാവം. മലയാളത്തിൽ നമ്മൾ അതിനെ ആർദ്രം എന്ന് വിളിക്കും. ആർദ്രം, നനവുള്ള പെരുമാറ്റം, നനവുള്ള ശീലങ്ങൾ, നനവുള്ള ഇടപെടലുകൾ. പ്രിയപ്പെട്ടവരെ, തലോടുന്ന മതത്തിന്റെ വക്താക്കളാകുവിൻ. ഒക്കെ തലോടലായി വരട്ടെ. പാരുഷ്യവും കാഠിന്യവും നിറഞ്ഞ ഈ ലോകത്ത് തലോടുവിൻ. പാവപ്പെട്ട മനുഷ്യർ അവരുടെ കണ്ണീരും ദുഃഖങ്ങളും കാണുവിൻ. ലോകത്തിന് മതം ആവശ്യമുണ്ട്. ഞാൻ പറയട്ടെ മതത്തിന്റെ ആവശ്യം എന്താണെന്ന്. ലോകത്ത് ഒരുതരം ധാർമ്മികമായ അരാജകത്വത്തിന്റെ കൊടുങ്കാറ്റ് വീശുകയാണ്. അവിടെ മതത്തിന്റെ ധാർമ്മികത ലോകത്തിന് ആവശ്യമുണ്ട്. കേരളത്തിൽ അടുത്ത കാലത്ത് മാതാവിനെ കൊന്ന ഒരു മകൻ, കഴിഞ്ഞ 6 മാസക്കാലം കേരളത്തിൽ മക്കളാൽ കൊല ചെയ്യപ്പെട്ട മാതാക്കളുടെ കണക്കെടുക്കണം എന്ന് ഞാൻ പലയിടത്തും പ്രസംഗിച്ചിട്ടുണ്ട്. സാധാരണ കൊലപാതകമായിട്ട് അതിനെ കാണാൻ പറ്റില്ല. മക്കളാൽ കൊല ചെയ്യപ്പെട്ട മാതാക്കളുടെ കണക്കെടുക്കണം.
ഞാൻ വെട്ടിവെച്ചിട്ടുണ്ട്, എൻ്റെ കയ്യിൽ ഫയലുണ്ട്. കണ്ണീരോടെ അല്ലാതെ നിങ്ങൾക്കത് വായിച്ചു തീർക്കാൻ കഴിയില്ല. ഞാൻ മിസ്റ്റർ സലീം കുമാറിന്റെ കൂടെ ഒരു പരിപാടിക്ക് പോയിരുന്നു ഖത്തറിൽ. അത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എൻ്റെ സ്നേഹിതൻ പ്രേമചന്ദ്രൻ അടക്കം, നൗഷാദ് എം എൽ അടക്കം പലരും ഇവിടെ സംസാരിക്കാനുണ്ട്. നേതാക്കൾ തന്നെ, പണ്ഡിതന്മാരുടെ പ്രസംഗങ്ങളാണ് പ്രധാനം, എന്നെ പോലുള്ളവരുടേതല്ല. പക്ഷേ എന്നെ മുഖ്യപ്രഭാഷകനായി വെച്ച് വിളിച്ചതുകൊണ്ട്, അല്പം പറയണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ കടമ നിർവഹിക്കുന്നു എന്ന് വിചാരിച്ചാൽ മതി. നമ്മുടെ നടൻ സലീം കുമാർ, അതേ ഒരു സാമൂഹിക രംഗത്ത് വളരെ വീക്ഷണങ്ങൾ വെച്ച് പുലർത്തുന്ന ഒരു കലാകാരനാണ്. ഞങ്ങളൊരു പരിപാടിക്ക് ഇരിക്കുമ്പോഴാണ് ഈ വാർത്ത വരുന്നത്. ഒരു മകൻ കൂടി മാതാവിനെ കൊന്നിരിക്കുന്നു. ഞാൻ വളരെ ദുഃഖിതനായിരുന്നു അന്ന്. അങ്ങനൊക്കെ എന്തെങ്കിലും കണ്ടാലും നമുക്ക് നമ്മളെ കുടുംബത്തിൽ സംഭവിക്കണമെന്നില്ല, വേറെ എവിടെയും സംഭവിക്കണമെന്ന്, എന്ത് ദുരിതം എവിടെ കണ്ടാലും. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആഫീസിന്റെ മുകളിൽ ഒരു കവിത എഴുതി വെച്ചിട്ടുണ്ട്. അതൊരു മുസ്ലിം കവിയുടെ കവിതയാണ്. മുസ്ലിം ആയതുകൊണ്ട് അഭിമാനം പറയല്ല, ഏത് കവിയാണെങ്കിലും എനിക്ക് അഭിമാനമാണ്. എനിക്ക് ഏറ്റവും വലിയ അഭിമാനം ഇന്ത്യയിൽ രവീന്ദ്രനാഥ ടാഗോറാണ് ജനഗണമന എഴുതിയ. പക്ഷേ ഇതിനൊരു പ്രത്യേകത ഉണ്ട്. UNO സ്വീകരിച്ചിരിക്കുന്ന ഒറ്റ കവിത, ബനിയാദം എന്നാണ് ആ കവിത. എല്ലാ മനുഷ്യ സന്തതികളും ഒരേ ശരീരത്തിന്റെ വിവിധ അവയവങ്ങളാണ്. ഇത് എഴുതിയത് സഅദിയാണ്. ഇറാനിൽ ജീവിച്ച പേർഷ്യൻ കവിയാണ് മുസ്ലിഹുദ്ദീൻ സഅദി ഷിറാസി. ഷിറാസിലെ പൂങ്കുയിൽ എന്നാണ് അദ്ദേഹത്തെ സാഹിത്യ കുതുകികൾ വിളിക്കുന്നത്. ബനിയാദം ഇത് UNOയുടെ ആസ്ഥാനത്ത് ഒറ്റ കവിത എഴുതി വെക്കണമെങ്കിൽ ഇസ്ലാമിന്റെ സംസ്കാരം ആറ്റിക്കുറുക്കിയിട്ടാണ് സഅദി അത് എഴുതിയിട്ടുള്ളത്. മനുഷ്യർ ഒരേ കുടുംബത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ ഒരു ശരീരം എവിടെ വേദനിച്ചാലും നമുക്ക് വേദനിക്കണം. ഞാൻ സലീം കുമാറിനോട് പറഞ്ഞു, ഇന്ന് എൻ്റെ വളരെ ദുഃഖമുള്ളൊരു ദിവസമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ കൊല ചെയ്ത മകൻ പോലീസിനോട് പറഞ്ഞ ഒരു മൊഴി ഞാൻ കേട്ടു. എന്നെ ഗർഭം ചുമന്നതിനും പ്രസവിച്ചതിനുമുള്ള പ്രതിഫലം ആ സ്ത്രീക്ക് ഞാൻ കൊടുത്തിരിക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്. ഒരു അനാർക്കി, ഒരു ഇമ്മൊറാലിറ്റി, അരാജകത്വം, അധാർമികതയുടെ ഒരു കൊടുങ്കാറ്റ് വീശുന്നുണ്ട് ലോകത്ത്. അത് മാതൃത്വത്തെ കടപുഴക്കിയെറിയും, അത് മൂല്യങ്ങളെ തള്ളിക്കളയും, അത് ഹൃദയകാരുണ്യത്തെ നിഷേധിക്കും, അത് പരുക്കൻ ഭാഷ സംസാരിക്കും, അതിന് ഹിംസ മാത്രമേ അറിഞ്ഞുകൂടൂ. എങ്ങനെ കൊല്ലണമെന്ന് പഠിപ്പിക്കുന്ന സിനിമകൾ ഇറങ്ങും, എങ്ങനെ ക്രൂരതകളെന്ന് കാണിക്കുന്ന ചലച്ചിത്രങ്ങൾ ഇറങ്ങും, അതിന് അവാർഡുകൾ ലഭിക്കും. എങ്ങനെ കൊല്ലണം, എങ്ങനെ ക്രൂരമായി പെരുമാറണം. അപ്പോൾ സ്നേഹമന്ത്രം ജപിക്കാൻ മതം വേണം. മതം കരുണയാണ്, മതം യേശുവിന്റെ തലോടലാണ്, മതം പുണ്യ റസൂലിന്റെ ഖൈറുൽ വറാ ഷഫീഉൽ വറാ താഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഴുകാരുണ്യമാണ്. ലോകം അവിടുത്തെ വിളിച്ചത് റഹ്മത്തുൽ ആലമീൻ എന്നാണ്. റഹ്മത്തുൽ ആലമീൻ എന്നാണ്. ഞാൻ തിരുനബിയുടെ ഒരു വചനത്തോടെ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. എൻ്റെ മോനെ അനസെ, ഒരു ദിവസം പുണ്യ റസൂൽ തൻ്റെ ശിഷ്യനായ സഹാബിയായ അനസിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ മോനെ അനസെ. അനസ് റസൂലുള്ളാഹിന്റെ മോനല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ശിഷ്യനാണ്, ഒരു സഹാബിയാണ്. വലിയ വലിയ കാര്യമൊക്കെ പറയാൻ പോകുമ്പോൾ ഞാൻ ചിലപ്പോൾ പ്രേമേന്ദ്രനോട് പറഞ്ഞു വരും, എൻ്റെ മോനെ. പ്രേമേന്ദ്രൻ എന്നോട് പറഞ്ഞു വരും. പ്രേമേന്ദ്രനെ ഞാൻ കണ്ടുപിട്ടുന്ന രാജ്യസഭയിൽ ഞങ്ങൾ ഒന്നിച്ച് വർഷങ്ങൾക്ക്, പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ്. അന്ന് മുതലേ സുഹൃത്തുക്കളാണ്. സ്നേഹം വരുന്നൊരു നേരത്തെ മനുഷ്യൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് എൻ്റെ മോനെ. വലിയൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോകുമ്പോൾ എൻ്റെ മോനെ, എൻ്റെ മോനെ അനസേ. രാവിലെയും നിനക്ക് ആരെയും വെറുക്കാതെ നേരം പുലരാൻ കഴിയുമോ? ആരെയും വെറുക്കാതെ നിനക്ക് വൈകുന്നേരമാകാൻ കഴിയുമോ? എങ്കിൽ അതാണ് അനസേ എൻ്റെ മാർഗം. ദാലിക മിൻ സുന്നതി ഇൻ ഖദിർത അൻ തസ്ബിഹ വതംസിയ വലൈസ ഫീ ഖൽബിക ഗശ്ശുൽ ലിഅഹദിൻ. ഒരാളോടും വെറുപ്പില്ലാതെ നേരം വെളുക്കുന്നു, ഒരാളോടും വെറുപ്പില്ലാതെ വൈകുന്നേരമാകുന്നു. അനസേ, അങ്ങനെയാകാൻ കഴിയുമോ നിനക്ക്? എങ്കിൽ ഉറപ്പിക്കണം, അതാണ് എൻ്റെ മാർഗം. എന്റെ മാർഗത്തെ ജീവിപ്പിച്ചവൻ എന്നെ സ്നേഹിച്ചിരിക്കുന്നു അനസേ. നീ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ആരെയും വെറുക്കരുത് അനസേ. ഇന്ന് ഭക്ഷണത്തിന്റെ പേരിൽ വെറുപ്പ്, വസ്ത്രത്തിന്റെ പേരിൽ വെറുപ്പ്. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം അപരത്വ നിർമ്മിതിയാണ്. അവരനെ ഉണ്ടാക്കുകയാണ്. അവൻ 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 അന്യൻ 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 അന്യൻ. അപ്പോഴൊക്കെ നിങ്ങൾ പറയൂ, ആരും മന്യരല്ല, ആരും മന്യരല്ല, ആരും മന്യരല്ല എന്ന് വിളിച്ചു പറയുവിൻ. എല്ലാവരും മനുഷ്യരാണ്. നാരായണ ഗുരു പറഞ്ഞത് ഏറ്റു ചൊല്ലുവിൻ. അവൻ ഇവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായ ഒരു ആത്മരൂപം. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവയവരൻ സുഖത്തിനായി വരേണം. അതാണ് മതം. നാരായണ ഗുരുവിന്റെ കയ്യിലുള്ളതാണ് ധാർമ്മികതയുടെ, സ്നേഹത്തിന്റെ മതം. പ്രിയപ്പെട്ടവരെ, ആരോടും വെറുപ്പില്ലാതെ വൈകുന്നേരമാകട്ടെ, ആരോടും വെറുപ്പില്ലാതെ നേരം പുലരട്ടെ. അതാണ് എൻ്റെ മാർഗം. എൻ്റെ മാർഗത്തെ ജീവിപ്പിച്ചവൻ എന്നെ സ്നേഹിച്ചു. ഒമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. എന്നെ സ്നേഹിച്ചവൻ എന്നോടൊപ്പം സ്വർഗത്തിലാണ് അനസേ. ആ പുണ്യ റസൂലിൻ്റെ മേൽ സല്ലല്ലാഹു അലാ മുഹമ്മദ്. അത് തന്നെയാണ് മാർഗം. കാരുണ്യമാർഗമാണ്, സ്നേഹത്തിൻ്റെ പാതയാണ്. അത് എന്നേക്കുമുള്ള വിജയത്തിൻ്റെ പാതയാണ്. എന്നേക്കുമുള്ള ആ വിജയത്തിൻ്റെ ഇഹപര സൗഭാഗ്യത്തിൻ്റെ പാതയാണ്. ദക്ഷിണയുടെ പണ്ഡിതന്മാർ ഉയർത്തിപ്പിടിച്ച പാതയാണ്.
ഇന്നും ഉയർത്തിപ്പിടിക്കുന്ന പാതയാണ്. അതിലൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ രാജ്യവും ലോകവും എന്നും സമാധാനത്തിലും മൈത്രിയിലും പുലരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ കേട്ടതിന് ഞാനൊരു 5 മിനിറ്റ് 10 മിനിറ്റ് ഏറെ സംസാരിച്ചു എന്ന് എനിക്കൊരു തോന്നലുണ്ട്. എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കും. നമസ്കാരം.